ഹായ് മക്കളെ, റയാൻ സാർ ആണ്. വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. അപ്പം നമുക്ക് ഈ എക്സാമിന് രണ്ട് ചാപ്റ്റേഴ്സ് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുണ്ട്. നമ്മുടെ അക്കൗണ്ടൻസിയുടെ പാർട്ട് 2 ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. ആദ്യത്തെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ ഓണം എക്സാമിനുള്ളത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ ചാപ്റ്റേഴ്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസ് ഏതാണെന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതും രണ്ടാമത്തത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററുമാണ്. നമുക്ക് ഓൾറെഡി 6 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ 2 ചാപ്റ്റേഴ്സ് ആണ് ഈ എക്സാമിനുള്ളത്. സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നത് ഈ 6 ചാപ്റ്റേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചാപ്റ്ററുമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ 2 ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കി നോക്കാം. നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്. മാനുവലി ചെയ്യുന്നതിന് പകരം മാനുവലി നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ട്രാൻസാക്ഷൻസ് ജനറേറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആണ്, ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം അല്ലെങ്കിൽ ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം. രണ്ടാമത്തത് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. അതിൽ നമ്മൾ എന്തായാലും പഠിക്കേണ്ട 4 ടോപ്പിക്സ് ആണുള്ളത്, നിർബന്ധമായിട്ടും പഠിക്കേണ്ടത്. കോമ്പോണൻസ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ് ആദ്യത്തെ ടോപ്പിക്. അതായത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിന് ഏതൊക്കെ ഭാഗങ്ങളുണ്ട് നോക്കിക്കേ. പ്രൊസീജിയർ, ഡാറ്റ, പീപ്പിൾ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. ഈ 5 കോമ്പോണൻസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിനുള്ളത്. രണ്ടാമത്തത് ടൈപ്സ് ഓഫ് കോഡ്സ് ആണ്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടൈപ്സ് ഓഫ് കോഡ്സ്. അത് നേരെ നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, സീക്വൻഷ്യൽ കോഡ്, ബ്ലോക്ക് കോഡ്, ന്യൂമോണിക് കോഡ്സ്. ഈ 3 കോഡുകൾ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. മൂന്നാമത്തത് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ഓഫ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റം ആണ്. നമ്മുടെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് അവിടെ പറയുന്നുണ്ട്. പാസ്വേഡ് സെക്യൂരിറ്റി, ഡാറ്റ ഓഡിറ്റ് ആൻഡ് ഡാറ്റ വോൾട്ട്. ഈ 3 നമ്മുടെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ഇനി നാലാമത്തെ ടോപ്പിക് നോക്കിയ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. അതായത് ഈ പറയുന്ന കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം. നമുക്ക് ഏകദേശം ഒരു 11 സബ് സിസ്റ്റംസ് പഠിക്കാനുണ്ട്. ക്യാഷ് ആൻഡ് ബാങ്ക് സബ് സിസ്റ്റം, ക്യാഷും ബാങ്കും റെക്കോർഡ് ചെയ്യുന്നത്. സെയിൽസ് ആൻഡ് റിസീവബിൾ സബ് സിസ്റ്റം, പർച്ചേസ് ആൻഡ് പേയ്മെന്റ് സബ് സിസ്റ്റം, ഇൻവെന്ററി സബ് സിസ്റ്റം, എക്സ്പെൻസ് സബ് സിസ്റ്റം, പേറോൾ സബ് സിസ്റ്റം, ഫിക്സഡ് അസറ്റ് സബ് സിസ്റ്റം, ടാക്സ് സബ് സിസ്റ്റം, ഫൈനൽ അക്കൗണ്ട്, കോസ്റ്റിംഗ്, ബഡ്ജറ്റ് സബ് സിസ്റ്റം എന്ന് പറയുന്ന 11ഓളം സബ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഈ 4 ടോപ്പിക്സ് അറിയാതെ നിങ്ങൾ എക്സാമിന് പോകരുത്. ഒന്നാമത്തെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 4 ടോപ്പിക്സ് ആണ് ഈ ടോപ്പിക്സ്. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരുന്ന സമയത്ത് സ്പ്രെഡ്ഷീറ്റ് ആണ് നമ്മുടെ ചാപ്റ്റർ, അല്ലെ. വലിയ ഒരു ചാപ്റ്റർ ആണ്. ഒരുപാട് ഫംഗ്ഷൻസും ഒരുപാട് കാൽക്കുലേഷൻസും വരുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ്. സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ള ടോപ്പിക്സിനാണ്. അതിനു മുന്നേ കോമ്പോണൻസ് ഓഫ് ലിബ്രെ ഓഫീസ് കാൽക്ക്. നമ്മൾ പഠിക്കുന്നത് ലിബ്രെ ഓഫീസ് കാൽക്കാണ്. MS എക്സൽ ഉണ്ട്, അതുപോലെ ഒരുപാട് സ്പ്രെഡ്ഷീറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ പഠിക്കുന്നത് ലിബ്രെ ഓഫീസ് കാൽക്കാണ്. അപ്പോൾ ആ ലിബ്രെ ഓഫീസ് കാൽക്കിലുള്ള കോമ്പോണൻസ് എന്തൊക്കെയാണ്? സെല്ല്, കോളം, അതുപോലെ തന്നെ റോ എന്ന് പറയുന്ന കോമ്പോണൻസ് പഠിക്കുക. രണ്ടാമത്തത് സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. മൂന്നാമത്തത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ് ആണ്. നാലാമത്തത് എങ്ങനെയാണ് നമ്മൾ ഈ പിവോട്ട് ടേബിൾ അല്ലെങ്കിൽ പൈവോട്ട് ടേബിൾ എന്ന് പറയുന്ന ഒരു ടേബിൾ യൂസ് ചെയ്തിട്ട് സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെയാണ് നമ്മൾ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഈ പൈവോട്ട് ടേബിളിന്റെ യൂസസ്. അതായത് നമുക്ക് റോയിനെ കോളത്തിലേക്കും കോളത്തിനെ റോയിലേക്കും ഒക്കെ വലിച്ചിട്ടിട്ട് ട്രാൻസാക്ഷൻസ് മാറ്റാൻ പറ്റുന്ന ഒരു ടേബിൾ ആണ് പിവോട്ട് ടേബിൾ. നല്ല രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ യൂസസ് ഏതാണെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ട്. അവസാനം വരുന്നത് കോമൺലി സ്പ്രെഡ്ഷീറ്റിൽ നമ്മൾ വരുത്തി വെക്കാറുള്ള എറേഴ്സ് ആണ്, തെറ്റുകുറ്റങ്ങളാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലാണ് എറേഴ്സ് കാണിക്കുക. അതും കൃത്യമായിട്ട് ഒരു 5-6 ടോപ്പിക്സ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇതിൽ ഏറ്റവും ഫോക്കസ് കൊടുക്കേണ്ടത് മക്കളെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫംഗ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്നാണ്. കാരണം ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ചെറിയ മാർക്സിനെ നമുക്ക് ചോദിക്കുള്ളൂ. ആകെ 20 മാർക്സിനാണ് ഈ ഒരു 2 ചാപ്റ്ററിൽ നിന്നും ചോദിക്കാനുള്ളത്. അതിൽ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻ, ലോജിക്കൽ ഫംഗ്ഷൻ, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ, ടെക്സ്റ്റ് ഫംഗ്ഷൻ, ഫിനാൻഷ്യൽ ഫംഗ്ഷൻ, ഈ പാർട്ടിൽ നിന്നായിരിക്കും നിങ്ങളോട് കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പോൾ നല്ല രീതിയിൽ എഴുതണമെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻസ് ക്ലിയർ ആക്കിയിരിക്കണം. അപ്പോൾ 1ഉം 2ഉം ചാപ്റ്ററിൽ നിന്ന് നമ്മളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തിൽ നിന്നായിരിക്കും. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഒരുപാട് കുട്ടികൾ ചോദിച്ചു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് സിസ്റ്റത്തിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതാണെന്ന് പറയൂ എന്നുള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ് അല്ലെങ്കിൽ 2 ചാപ്റ്ററിൻ്റെയും ടോട്ടൽ ടോപ്പിക്സ് ഇതാണ്. ഇനി റെഫർ ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക.
ഈ ഏരിയസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക, എക്സാം അടിപൊളിയായിട്ട് എഴുതുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ.